ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനക്കുണ്ടല്ലോ ഷോർട്സ് ചെയ്യും പോലെ അത്ര ഈസി അല്ല വീഡിയോ ചെയ്യൽ, ഭയങ്കര ഒരു പണിയാണ്. ഞാൻ വിചാരിക്കലുണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം എങ്ങനെയാ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോയിൽ ഇടുന്നതെന്ന്. പക്ഷേ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മസ്റ്റായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അതും മക്കളെ സ്കൂളും വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാ ദിവസവും അവരെ സ്കൂളിൽ കൊണ്ടാക്കുകയും ഇങ്ങ് കൂട്ടി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിന് ചെറിയൊരു പാർക്ക് ഉണ്ട്, പക്ഷേ ഇത് പഴയതാണ്, പുതിയത് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്ന് കളിച്ചിട്ട് പിന്നെ വീട്ടിലെത്തും, പിന്നെ അവിടുന്ന് കുറച്ച് കളിക്കും. എന്നിട്ട് ഈ ഒരു ടൈമിനാണ് ഞാൻ എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ചോറുണ്ടെങ്കിൽ ചോറ് കൊടുക്കും, പക്ഷേ ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാഗി 3-4 മാഗി ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് ചിക്കനും അതുമാത്രമല്ല മുട്ടയിലിട്ടിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് തന്നെ പറയാം. ചിക്കൻ ഹക്ക നൂഡിൽസ് എന്നാണ് ഞാൻ പറയൽ, ഞാൻ തന്നെ പേരിട്ടതാണ്. അതിന് ശേഷമാണ് ഇങ്ങനൊരു പേരുണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഞാനൊരു 5 മാഗി നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് കണക്കായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിപ്പം പറയാം. കുറച്ച് ചിക്കന്, അത് എത്രയാണെന്നൊന്നും ഇല്ല, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി കൂടുതൽ. അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഈ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ കഴിക്കാൻ. അപ്പം ഞാനൊരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും. പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല, ഇനി എല്ലാം കൂടി മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത്. നോർമലായിട്ട് പൊരിച്ച് കഴിക്കാനും അടിപൊളിയാണ്. ഇനി ഈ ചിക്കനെല്ലാം നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ UAE നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ്. ഇത് ടൊമാറ്റോൻ്റെ ആണ്. ഒരു 2-3 എണ്ണം ഒരുമിച്ചിട്ടുള്ളതേനും ഇതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ എല്ലാം ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തലുണ്ടെങ്കിലും മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീ വല്ലാണ്ട് കൂട്ടി പോവണ്ട, മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ. പെട്ടെന്ന് തന്നെ പണി കഴിയും. മറ്റേ അടുപ്പുമേൽ വേഗം വെക്കും, അങ്ങനെയെല്ലാം ചെയ്യലാണ്. പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട്, സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, കുറച്ചെന്ന് വെച്ചാൽ അത് കൗണ്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു 5 നൂഡിൽസിന് കണക്കായിട്ടല്ല, അതിലും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കുന്നില്ലേ, ഇത് അതുപോലെ നൂഡിൽസ് നമുക്ക് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം. നല്ലോണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഞാൻ മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മാഗി മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. 5 മാഗി ഉണ്ടെങ്കിൽ ഒരു 3 മാഗി മസാല ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇനി ഈ മാഗി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പറ്റി നിൽക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇതിൽ നന്നായിട്ട് മിക്സ് ആണ് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, വെന്ത് അടിയരുതേ. അപ്പം ഒരു 3/4 വേവാകുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഞാൻ അരിപ്പയിൽ കോരി മാറ്റുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്, എല്ലാവരും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ആ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മസാലക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഉള്ളി, പിന്നെ കുറച്ച് ബീൻസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇഞ്ചി ചെറിയ പീസ്, വെളുത്തുള്ളി, പിന്നെ 1 തക്കാളി, മല്ലിച്ചപ്പ്. തക്കാളി ഞാൻ എടുത്തിട്ട് എന്നോട് മറന്നുപോയി കേട്ടോ. തക്കാളി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം അതും കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. ഇനി ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ ആ ഒരു തൊലിയെല്ലാം കളയലാണ്. പീലർ ഉപയോഗിച്ച് ഞാൻ കളയുന്നുണ്ട്. ഇനി ഇത് ഞാൻ എല്ലാം ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. സത്യം പറയാലോ, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. കാരണം ഞാൻ ഇതിലെല്ലാം ചോപ്പ് ചെയ്തെടുക്കലാണ്. പെട്ടെന്ന് തന്നെ പണി കഴിയും. പ്രത്യേകിച്ച് മക്കൾ സ്കൂൾ പോകുന്ന ടൈമിനെല്ലാം ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ടായതുകൊണ്ട് തന്നെ ഹെൽപ്പിന് എനിക്കിപ്പോൾ ഒരാളുള്ള പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ ചോപ്പർ മാറി വന്നിട്ടുണ്ടേനും, ചാർജ് ചെയ്യുന്നതുണ്ടേനും, പിന്നെ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടേനും. പക്ഷേ അതൊന്നും വേഗം കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പക്ഷേങ്കിലുണ്ടല്ലോ
ഇതങ്ങനെയല്ല കേട്ടാ, ഇത് വേഗത്തിൽ നമുക്ക് പണി കഴിയും ചെയ്യും, കംപ്ലൈന്റ് ഒന്നും ആവൂല. ആദ്യം ഇതിനോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലേനും, പിന്നെ ഒട്ടും സമയമില്ലാത്തോലിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അങ്ങനെ നമ്മളെ പരിപാടികളെല്ലാം ചെറുപടാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടാ. ഇവിടെ ആളെണ്ണീറ്റാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് പ്രോട്ടീൻ എല്ലാം കുറച്ച് കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ പൊരിച്ച നെയ്യില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഓരോ മുട്ടയും ഞാനിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളോട് ഒരു സീക്രട്ട് പറയണ്ട കേട്ടാ, മക്കളെക്കാടെ കൂടുതൽ നൂഡിൽസ് എനക്കാണ് ഇഷ്ടം. ഞാൻ മക്കളോട് പറയും ഇതധികം കഴിക്കൊന്നും ചെയ്യരുത്, ഹെൽത്തിന് നല്ലതല്ല അങ്ങനെയെല്ലാം പറയും. പക്ഷേ ഒരു കാണാണ്ട് ഞാനാണ് കൂടുതൽ എടുത്തിട്ട് കഴിക്കല്. എന്നെ പോലെ വേറെ ഏതെങ്കിലും ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. 6 മുട്ട ഞാൻ നിരത്തി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാൻ ഒരു കളറും ഉണ്ടാവും. അത് ഞാനിങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. അതും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി, അത്യാവശ്യം ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ്. അതും ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിക്കി ആക്കി എടുക്കുന്നുണ്ട്. അത് പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു മുട്ട കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഫ്രൈഡ് റൈസും അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുട്ട ഇടും കേട്ടാ. പിന്നെ മക്കൾക്ക് നല്ലതാ, ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കുമ്പോൾ മുട്ട നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും. പ്ലെയിനായിട്ട് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഴിക്കണമെന്നില്ല, പിന്നെ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. ഇതിലാകുമ്പം അങ്ങനെ അറിയേയില്ല. നോൺ സ്റ്റിക്കിൻ്റെ നേരത്തെ വെച്ച ആ ഒരു പാത്രം തന്നെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പൊരിച്ച നെയ്യ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഉണ്ടല്ലോ ഞാൻ ഉള്ളി വാടി അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വേവ് കൂടുതലുള്ളതാ അത് ഇടും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാം ഒരുമിച്ചിട്ടിടും. എന്തായാലും അത് വെന്ത് കിട്ടും. അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതലായി പോവണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറേ നേരം ഒന്നും വെക്കണമെന്നില്ല. പിന്നെ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനുശേഷം കണ്ട ഇത് വാടിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ബാക്കി മസാലപ്പൊടികളിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ ചിക്കൻ പൊരിക്കേന് മഞ്ഞളും മുളയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മഞ്ഞൾ ഇടണമെന്നില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാഗി മസാലയാണ്. നേരത്തെ 3 എണ്ണമാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം 2 എണ്ണം ബാക്കിയിലുണ്ട്. രണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആ ഒരു പച്ചമണയിലൊന്ന് മാറി കിട്ടണം. തീ കുറച്ച് വെക്കണേ, തീ കൂടി പോവണ്ട. ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കണം. സോസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഗ്രീൻ ചില്ലി സോസാണ്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു പുളിയും എരിവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേർത്ത് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളകൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. മക്കളുള്ളതുകൊണ്ട് തന്നെ അത് ചേർക്കാത്തതാണ് നല്ലത്. തീർന്ന് പറ്റിപ്പോയൊരു സാധനമാണിത്. അത് ടൊമാറ്റോ സോസാണ്. വാങ്ങാൻ വിട്ടുപോയതാണ്, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം, പക്ഷേ കറക്റ്റാണ് കേട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് എല്ലാം പാകത്തിനായിട്ടുണ്ട്. പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് എല്ലൊന്നും ഇല്ലാണ്ട് പിച്ചി എടുത്തിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം പറയുന്നതിൻ്റെ ഒട്ടിങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ, വെറുതെ പറയുന്നതല്ല. പിന്നെ ഞാൻ നേരത്തെ മാഗി ഉണ്ടാക്കിയ ആ ഒരു വെള്ളമില്ലേ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മതിയായിരിക്കും, കൂടി പോവണ്ട. അപ്പം പിന്നെ മസാല വെള്ളം പോലെ ആയിപ്പോവും. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്നാ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാഗിയില്ലേ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട വല്ലാണ്ടൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, കാരണം ഇതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അത് മാത്രമല്ല വെന്തടിയേ ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മുട്ട ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അത് പൊടിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം സ്പൂൺ കൊണ്ട് ഇളക്കാണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടാ. അപ്പം നമുക്ക് നന്നായിട്ട് മസാലയിൽ മിക്സ് ആയിട്ട് കിട്ടും. ഞാൻ ഫ്രൈഡ് റൈസിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യല്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധിക വീഡിയോസിലും മല്ലിച്ചപ്പ് എന്നാണ് പറയുക, ഇവിടെ ഇലക്ക് ചപ്പ് എന്നാ പറയുക. അതാണ് എപ്പോഴും പറഞ്ഞു പോക്ക്. ഈ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചേർക്കണമെന്നില്ല, അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ല, കാരണം ഈ ഒരു നൂഡിൽസും പാസ്ത അങ്ങനത്തെ ഫുഡെല്ലാം മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല ഇങ്ങനത്തെ
ഫുഡെല്ലാം കഴിക്കല്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ നൂഡിൽസ് തിന്നാൻ പൂതിയായി കഴിഞ്ഞാൽ പീടികയിൽ നിന്ന് വാങ്ങിയിട്ട് നോർമലായിട്ട് അപ്പാട് ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലായിട്ട് കഴിക്കാൻ, വേറെ മസാലയൊന്നും ചേർക്കാണ്ട്. ഇപ്പം ഇപ്പി നൂഡിൽസ് വരുന്നുണ്ട്, അതിൻ്റെ മസാലയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രത്യേകിച്ച് പാർട്ടി അതുപോലെ പരിപാടിയെല്ലാം നടക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം കൂടെ അനിയത്തിൻ്റെ മക്കളെല്ലാം ഉണ്ട്, അപ്പം ഞാൻ ഒരിക്കലെല്ലാം സെർവ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ മറ്റുള്ള വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. പ്ലേലിസ്റ്റിൽ ഞാൻ വേറെ തരംതിരിച്ചിട്ടുണ്ട്. കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, അതുമാത്രമല്ല നാടൻ ഫുഡ്, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇപ്പം വീഡിയോ ഇടാനൊന്നും ഒരു ഉഷാറില്ല, പ്രത്യേകിച്ചിട്ട് അത് 200 150 അങ്ങനെയെല്ലാം വ്യൂസ് ഉള്ളൂ. അത് എല്ലാവരിലേക്കും എത്തണ്ടേ. പിന്നെ എനിക്ക് കുക്കിംഗ് ഒരു പാഷനാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അത് എനിക്ക് തന്നെ കാണാലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ പുതിയ റെസിപ്പി ആയിട്ടും പുതിയ വീഡിയോസ് ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, അസ്സലാമ.